എല്ലാവർക്കും ബഗ് ഹണ്ടിങ് ബ്യൂട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്രയും നാളും നെറ്റ്വർക്കിങ്ങിൻ്റെ കുറച്ച് ബേസിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കാലി ലിനക്സിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. നമ്മുടെ ഹാക്കിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. അങ്ങനെ കയറുന്നതിന് മുൻപ് എന്താണ് കാളി, എന്താണ് ലിനക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാളി ലിനക്സിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഇങ്ങനെ മലയാളത്തിൽ പറയുമ്പോഴാണ് കുറച്ചും കൂടി ഇതാവുന്നത്. നമ്മുടെ ഭാഷയിൽ പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇംഗ്ലീഷിൽ വീഡിയോ ആക്കുമ്പോൾ എനിക്ക് ഒന്നും കിട്ടുന്നില്ല, ഫുള്ള് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ കിളി പോയ രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്നാലും എന്തൊക്കെയോ തട്ടി വിടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് ക്ലിക്കാവൂലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഇംഗ്ലീഷിലും കൂടി ചെയ്യുന്നത്. കുറേ പേര് ഇംഗ്ലീഷിൽ ചെയ്യാനായിട്ട് പറഞ്ഞു, അപ്പം അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ചെയ്യുന്നത്. എടപ്പോയി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു കാളി. അപ്പൊ ആ കാളിയിലോട്ട് കയറുന്നതിന് മുൻപ് നമുക്ക് ലിനക്സ് എന്നൊരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, ലിനക്സ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരു മിനിറ്റ്, ഞാനൊരു നോട്ട് പാഡ് എടുക്കാം. ഓക്കെ, ലിനക്സ് നമ്മൾ എല്ലാവരും കുറെ പേര് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? ലിനക്സ് 1969 കെൻ തോംസൺ പിന്നെ ഡെന്നീസ് റിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ബെൽ ലബോറട്ടറി, നമ്മുടെ എവിടെയായിരുന്നു അത്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ബെൽ ലബോറട്ടറിയിൽ ക്രിയേറ്റ് ചെയ്തതാണ് ഈ യുനിക്സ് OS എന്ന് പറയുന്നത്. UNIX 1969. അത് മെയിനായിട്ട് അസംബ്ലി ലാംഗ്വേജിലായിരുന്നു അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഒന്നുകൂടെ റീറിട്ടൺ ചെയ്തിട്ട് C ലാംഗ്വേജിലോട്ട് മാറ്റി. കുറച്ചും കൂടി പോർട്ടബിൾ ആയിട്ട് ഈസി ആക്കാൻ വേണ്ടിയിട്ട് C ലാംഗ്വേജിലോട്ട് മാറ്റി. ഓക്കെ, പിന്നീടാണ് ഈ OS ഒരുപാട് ആൾക്കാർ ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഫസ്റ്റ് നമ്മൾ അസംബ്ലി ലാംഗ്വേജിലായിരുന്നു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ യുനിക്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരുപാട് റിസർച്ചേഴ്സും യുനിക്സ് പോലത്തെ തന്നെ വേറെ സിസ്റ്റംസ് കുറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അതെന്തൊക്കെയായിരുന്നു? BSB, പിന്നെ മിനിക്സ്, അങ്ങനെ കുറച്ച് സിസ്റ്റംസ്, യുനിക്സിന്റെ സിമിലാരിറ്റി ഉള്ള കുറച്ച് സിസ്റ്റംസ് അവർ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. പക്ഷെ അതിലൊക്കെ മെയിൻ ആയിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം മിസ്സിങ് ആയിരുന്നു. കേണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പോണന്റ് അതിലില്ലായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു അത്. ഈ പറഞ്ഞിട്ടുള്ള BSD, മിനിക്സ് അതിലൊന്നും ഉണ്ടായിരുന്നില്ല. കേണൽ എന്ന് പറയുകയാണെങ്കിൽ അത് ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു കോറെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഒരു OSന്റെ ഒരു കോറെന്ന് വേണമെങ്കിൽ പറയാം. ആ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതാണ്, ഒരു പാർട്ടാണ് കേണൽ എന്ന് പറയുന്നത്. ഒരു കോർ പാർട്ടാണ് കേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു OSന്റെ ഇന്റഗ്രൽ പാർട്ടാണ് ഇത് കേണൽ എന്ന് പറയുന്നത്. അത് ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഒരു ലെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് കേണലിനെ പറയാം. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചെറിയൊരു ലെയർ, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കൺട്രോൾ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് കേണൽ. അത് പക്ഷേ ഈ BSDയിലോ മിനിക്സിലോ അതൊന്നിലും ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ യുനിക്സിന്റെ സിമിലർ ആയിട്ടുള്ള വേറെ ഉണ്ടാക്കിയെങ്കിലും ഈ BSDയിലോ മിനിക്സിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് 1991 ലിനക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നത്. യുനിക്സ് അല്ല, ലിനക്സ്. ഓക്കെ, ഈ ലിനക്സിൽ തന്നെ പല പല ഡിസ്ട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് DBN, പിന്നെ റെഡ് ഹാറ്റ്, പിന്നെ മിന്റ്, ആൻഡ്രോയിഡൊക്കെ ലിനക്സിന്റെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ്സ് ഒക്കെ. അപ്പൊ അങ്ങനെ പല പല ഡിസ്ട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ലിനക്സിന്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് യുനിക്സ് ആയിരുന്നു. അത് ഡെവലപ്പ് ചെയ്തത് കെൻ തോംസൺ ആൻഡ് ഡെന്നിസ് റിച്ചി ആയിരുന്നു. റിച്ചിയുടെ സ്പെല്ലിംഗ് മാറിപ്പോയി, RITCHIE ആയിരുന്നു. ഓക്കെ, അത് ബെൽ ലബോറട്ടറിയിൽ വെച്ചിട്ട് 1969
അത് കഴിഞ്ഞിട്ട് അതിന് സിമിലർ ആയിട്ട് യുനിക്സ് ആട്ടോ ഡെവലപ്പ് ചെയ്തത്. യുനിക്സിന് സിമിലർ ആയിട്ട് BST യുനിക്സ് ഒക്കെ ഉണ്ടാക്കിയെങ്കിലും കേണൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അതിൽ ഇല്ലാത്തതുകൊണ്ട് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നില്ല. പിന്നീടാണ് 1991 ലിനക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. ആ ലിനക്സിന്റെ എന്താണ് പല പല ഡിസ്ട്രിബ്യൂഷൻസ് നമ്മുടെ ലോകം മുഴുവൻ വരാനായിട്ട് തുടങ്ങി. DBN, റെഡ് ഹാറ്റ്, മിന്റ്, ആൻഡ്രോയിഡ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, പിന്നെ ഇപ്പോൾ DBN എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. DBN മെയിൻ ആയിട്ട് ഓപ്പൺ സോഴ്സ് ആയിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു OS ആണ് DBN എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു ഓവറോൾ ഒരു 20 years ആയിട്ട് ഡെവലപ്മെന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ DBNൽ 3 ബ്രാഞ്ചസ് ആണ് വരുന്നത്. ഒന്ന് സ്റ്റേബിൾ ആയിട്ടുള്ളത്, പിന്നെ ടെസ്റ്റിങ്ങിലുള്ളത്, പിന്നെ അൺസ്റ്റേബിളിലുള്ളത്. 3 ടൈപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിപ്പോഴും ഡെവലപ്മെന്റ് ഇതായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് DBN എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ. ഈ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഈ കാലി ലിനക്സ് എന്ന് പറയുന്നതും ഒരു DBN ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, DBN ഡിറൈവ്ഡ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത് കാലി എന്ന് പറയുന്നത്. അത് ക്രിയേറ്റ് ചെയ്ത് നോക്കുന്നത് നമ്മുടെ ഒഫെൻസീവ് സെക്യൂരിറ്റി ആണ്. ഒഫെൻസീവ് സെക്യൂരിറ്റിയുടെ നിങ്ങൾ ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കുറേ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും. മെയിനായിട്ട് നിങ്ങൾ കണ്ടത് CH എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള OSCP, ഒഫെൻസീവ് സെക്യൂരിറ്റിയുടെ സർട്ടിഫിക്കേഷൻ ആണ് OSCP എന്ന് പറയുന്നത്. അപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാലി ലിനക്സ് എന്ന് പറയുന്നത്. പെൻ ടെസ്റ്റിംഗ് എന്നൊരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇവർ യൂസ് ചെയ്യണത്. ഏത് കാലി ലിനക്സ് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്തിക്കൽ ഹാക്കിംഗ് പഠിച്ചു കഴിയുകയാണെങ്കിൽ OSCP സർട്ടിഫിക്കേഷൻ ഒക്കെ വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്തൊക്കെ നല്ലതാണ്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഷെൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ഷെൽ? ഇവിടെ ഞാൻ 2 പോയിന്റ് എഴുതിയിട്ടുണ്ട്. ടേക്സ് യുവർ കമാൻഡ്, സെൻഡ് ദം ടു OS. ഷെൽ എന്ന് പറയുകയാണെങ്കിൽ കീബോർഡിൽ നിന്ന് കമാൻഡ് റീഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റി പെർഫോം ചെയ്യാനായിട്ട് OSലോട്ട് അയച്ചു കൊടുക്കുന്നതാണ് ഷെൽ എന്ന് പറഞ്ഞൊരു സിംപ്ലി ഒരു പ്രോഗ്രാം ആണത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കീബോർഡിൽ നിന്ന് കമാൻഡ്സ് എടുത്തിട്ട് OSലോട്ട് അയച്ചു കൊടുക്കാനായിട്ട്. സിംപ്ലി എ പ്രോഗ്രാം. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ബാഷ് ഷെല്ലാണ്, ബോൺ അഗെയിൻ ഷെൽ. ഓക്കെ, അതിൽ ഒരുപാട് ഷെല്ലുകൾ വേറെ വരുന്നുണ്ട്. KSH വരുന്നുണ്ട്, പിന്നെ ZSH ഉണ്ട്, TSCH ഉണ്ട്, അങ്ങനെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് ഷെല്ലുകൾ വരുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബാഷാണ്. ഓക്കെ, ഇത് ചെറിയൊരു ഓവർവ്യൂ ഞാൻ പറഞ്ഞതാണ്. ലിനക്സ്, യുനിക്സ്, DBN, കാളി, അതെങ്ങനെയാണ് കാളിയിലോട്ട് എത്തിയത് എന്നുള്ളൊരു ഓവർവ്യൂ ഞാൻ പറഞ്ഞതാണ്. അപ്പം നമ്മൾ നേരിട്ട് നമ്മുടെ കാളി എന്ന് പറഞ്ഞ OSന്റെ ഉള്ളിലോട്ട് കയറുന്നതിന് മുൻപ് തന്നെ ഞാനിപ്പോൾ നമ്മുടെ വിൻഡോസ് ഉണ്ടല്ലോ, വിൻഡോസിന്റെ ഉള്ളിൽ ഞാൻ എടുത്തരാവേ. നമ്മുടെ C ഡ്രൈവ് എടുക്കുമ്പോൾ പല ഫോൾഡേഴ്സ് ഉണ്ട് അല്ലേ. ഫയൽ സിസ്റ്റം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവരെ വിളിക്കാം. ഇതിനുള്ളിൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രോഗ്രാം ഫയൽസ് എടുക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഇന്റൽ എന്നുള്ള എടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇതിൽ കുറച്ചൊക്കെ എനിക്കറിയാം, കുറച്ചൊന്നും എനിക്കറിയില്ല. പിന്നെ അപ്പോൾ അതേപോലെ ഒരു ഫയൽ സിസ്റ്റം ലിനക്സിലും ഉണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഇമേജ് കാണിച്ചു തരാം. ഇതാണ് ഇമേജ്. ഇതിൽ ഈ ഇമേജിലത്തെ ഓരോന്നിനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സൈഡിലത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ആയിട്ട് തന്നെ റൂട്ട് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരിക്കും. ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു വര കണ്ടോ, സ്ലാഷ് കണ്ടോ, അതാണ് റൂട്ട് ഫോൾഡർ എന്ന് പറയുന്നത്. റൂട്ട് ഡയറക്ടറി. നമ്മൾ ഫോൾഡർ എന്നല്ല ഇതിൽ പറയാം, ഡയറക്ടറി എന്നാണ് പറയാം. ഓക്കെ, ഇതിന്റെ അണ്ടറിലായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ടായിരിക്കും. റൂട്ടിന്റെ അണ്ടറിലായിരിക്കും ബാക്കി എല്ലാ ഡയറക്ടറീസും വരുന്നുണ്ടായിരിക്കാം. ഫയൽ സിസ്റ്റത്തിന്റെ ഹൈറാർക്കി തന്നെ സ്റ്റാർട്ട് ചെയ്യണത് റൂട്ട് ഫോൾഡറിലായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ബിൻ, /bin എന്ന് പറയുകയാണെങ്കിൽ പ്രോഗ്രാംസ് റൺ ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ /bin. എന്നുവെച്ചാൽ ബൈനറീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ബൈനറി പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, /bin. ഇതിലാണ് ഒരുപാട് കമാൻഡ്സ് ഒക്കെ ഉണ്ട് ഇതിൽ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ LS, CP അങ്ങനെ കുറച്ച് കമാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. ആ കമാൻഡ്സ് നിങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നെ അടുത്തത് /boot. ബൂട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ലോഡ് ചെയ്യണ ഫയൽസ്, ലോഡർ ഫയൽസും കാര്യങ്ങളൊക്കെ. കേണൽ ബൂട്ട് ചെയ്യുമല്ലോ, നമ്മൾ സിസ്റ്റം റീബൂട്ട് ചെയ്യുന്നൊക്കെ പറയുമല്ലോ, അതേപോലെ കേണൽ ബൂട്ട് ചെയ്യാനുള്ള
ലോഡർ ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറിയാണ് സ്ലാഷ് ബൂട്ട് എന്ന് പറയുന്നത്. സ്ലാഷ് DEV ഡെവ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ഡിവൈസ് ഫയലുകളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ സ്ലാഷ് ETC എന്ന് പറയുകയാണെങ്കിൽ കോർ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറിയാണ്. ഇതിലിപ്പോൾ എന്താണ്, ഇതിൽ കോൺഫിഗറേഷൻ ഫയൽസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ബൈനറി ഫയൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കോൺഫിഗർ ചെയ്യാനുള്ള ആ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ ഫയൽസ് ആയിരിക്കും ഈ ETC ഫയലിൽ ഉണ്ടായിരിക്കാം, ETC ഡയറക്ടറിയിൽ ഉണ്ടായിരിക്കാം. സ്ലാഷ് ഹോം എന്ന് പറയുകയാണെങ്കിൽ പേഴ്സണൽ, ആ ഏത് യൂസറാണോ ആ യൂസറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഡയറക്ടറിയാണ്. അതിൽ ഡോക്യുമെന്റ്സ്, ഫയൽസും സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം സ്ലാഷ് ഹോം എന്ന് പറയുകയാണെങ്കിൽ. സ്ലാഷ് ലിബ് എന്ന് പറയുകയാണെങ്കിൽ ലൈബ്രറി ഫയൽസ്. ഓക്കെ, അതിൽ നമുക്ക് വേണമെങ്കിൽ ബൈനറീസും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ലൈബ്രറി ഫയൽസ് ആണ് ഇതിൽ വരുന്നത്. സ്ലാഷ് മീഡിയ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ USB ഡ്രൈവ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യൂ അല്ലെ. അപ്പൊ അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ട് റിമൂവബിൾ മീഡിയാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രൈവ് ആണ് എന്ത്, ഒരു അറ്റാച്ച് ചെയ്യില്ല നമ്മൾ USB ഇൻക്ലൂഡ് ചെയ്യും, അല്ലെങ്കിൽ CD ഇൻക്ലൂഡ് ചെയ്യും ഇല്ലേ, CD ആഡ് ചെയ്യും ഇല്ലേ. അങ്ങനെ റിമൂവബിൾ ആയിട്ടുള്ള മീഡിയ ഡിവൈസസ് ഒക്കെ വരുന്ന ഒരു ഡയറക്ടറിയാണ് എന്ത്, സ്ലാഷ് മീഡിയ എന്ന് പറയുന്നത്. പിന്നെ സ്ലാഷ് ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ വേറെ മീഡിയ കഴിഞ്ഞിട്ട്, സ്ലാഷ് MNT. സ്ലാഷ് MNT എന്ന് പറയുകയാണെങ്കിൽ ടെമ്പററിലി മൗണ്ട് ചെയ്തിട്ടുള്ള ഫയൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്ലാഷ് MNTയിൽ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ സ്ലാഷ് OPT എന്ന് പറയുകയാണെങ്കിൽ ഓപ്ഷണൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസും കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്ലാഷ് OPTയിൽ ഉണ്ടായിരിക്കുക. സ്ലാഷ് PROC എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കറണ്ട് റണ്ണിങ് ആയിട്ടുള്ള പ്രോസസ്സിന്റെ ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ PROCയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇവിടെ ഒരു റൂട്ട് ഉണ്ട് സ്ലാഷ് റൂട്ട്, അത് ഇതല്ല കേട്ടോ. ഇപ്പൊ ഏത് യൂസറാണോ ഉള്ളത് ആ യൂസറിന്റെ ഹോം ഡയറക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യണതാണ്, അല്ലെങ്കിൽ അഡ്മിൻ യൂസറിന്റെ ഹോം ഡയറക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യണതാണ് സ്ലാഷ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്ലാഷ് റൺ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്തു നോക്കിയ, സിസ്റ്റം ബൂട്ട് ചെയ്തിട്ട് എന്തൊക്കെ സർവീസസ് റൺ ആയിട്ടുണ്ട്, എന്തൊക്കെ സോഫ്റ്റ്വെയർസ് റൺ ആയിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഒക്കെയാണ് സ്ലാഷ് റണ്ണിൽ ഉണ്ടായിരിക്കുക. സ്ലാഷ് SBIN എന്ന് പറയുകയാണെങ്കിൽ സിസ്റ്റം ബൈനറീസ് ഒക്കെ ആയിരിക്കും, എസെൻഷ്യൽ ആയിട്ടുള്ള സിസ്റ്റം ബൈനറീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്ലാഷ് SBINൽ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇത് റൂട്ട് യൂസർ എന്ന് വെച്ചാൽ അഡ്മിൻ യൂസർക്ക് മാത്രമേ ഇത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സ്ലാഷ് SBIN. പിന്നെ സ്ലാഷ് TMP എന്ന് പറയുകയാണെങ്കിൽ ടെമ്പററി ഫയൽസ്, നമ്മുടെ മൊബൈലിലും ഉണ്ട് ഇങ്ങനെ TMP ഫയൽ ഉണ്ട് അല്ലേ. അപ്പൊ ടെമ്പററി ഫയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്ലാഷ് TMP എന്ന് പറയുന്ന ഡയറക്ടറി. സ്ലാഷ് USR എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ യൂസർ ഫയൽസ് എല്ലാം ഉണ്ടായിരിക്കാം, പകരം ഇതിലെന്താണ് യൂസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ ഫയൽസും യൂട്ടിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും USR എന്ന് പറഞ്ഞതിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, ഈ സ്ലാഷ് ഹോമിലാണ് യൂസറിന്റെ പേഴ്സണൽ ഡയറക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ സ്ലാഷ് യൂസറിൽ എന്താണ്, യൂസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ ഫയൽസും യൂട്ടിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലുണ്ടാവുക, യൂസർ ഫയൽസ് അല്ല. ഓക്കെ, പിന്നെ സ്ലാഷ് var എന്ന് പറയുകയാണെങ്കിൽ വേരിയബിൾ ഡയറക്ടറി ആണ്. എന്ന് വെച്ചാൽ ഇത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സിസ്റ്റം ലോഗിങ്ങിന്, പിന്നെ യൂസർ ട്രാക്കിങ്ങിന്, ക്യാഷ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് സ്ലാഷ് VARലാണ്. ഇതാണ് ലിനക്സിന്റെ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് ഇതിൽ എന്തെങ്കിലും ചോദിച്ചു എന്ന് വരും, അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണതാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, കാണാപ്പാടൊന്നും പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് എന്തൊക്കെയാണ് ഏതാണെന്നുള്ള മനസ്സിലാക്കി വെച്ചാൽ മതി. അത് നിങ്ങൾ ലിനക്സ് ഉപയോഗിച്ച് ശീലമാകുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഫോൾഡർ, ഓരോ ഡയറക്ടറീസ് എന്തിനായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, so that's all for today. താങ്ക് യു. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നമ്മുടെ ലിനക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിലെന്താക്കാം, നമ്മുടെ കാളിയിലത്തെ ബേസിക്സ് കമാൻഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, so thank you.